ഹായ് സലവട മീഡിയ. ഇന്ന് നമ്മൾ ഒരു പുതിയ എപ്പിസോഡ് തുടങ്ങുകയാണ്, കഥക്കൂട്ട്. ഈ കഥക്കൂട്ടിലേക്ക് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കട്ടെ. ഇദ്ദേഹം പറയണ്ടായപ്പോൾ കഥക്കൂട്ട്. അപ്പോൾ നിങ്ങളുടെ അതായത് ഈ സടകുട മീഡിയയുടെ കഥയും പശ്ചാത്തലവും ഒക്കെ സാധാരണ വെബ് സീരീസിൽ നിന്ന് കാണുന്നതിൽ വ്യത്യാസമായിട്ടാണല്ലോ കാണാറ്. ഇപ്പം തന്നെ നമ്മൾ ഈ തിരഞ്ഞെടുത്ത സ്ഥലം ആര് കണ്ടാലും കൊയ്തൊഴിഞ്ഞൊരു പാടത്തിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ലളിതമായിട്ട് ഈ സ്ഥലങ്ങളൊക്കെ തിരഞ്ഞെടുക്കാൻ നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന സംഭവം എന്താണ് എന്ന് പറഞ്ഞാൽ തിരക്കില്ല. ഞങ്ങൾ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു ആളാണ് സ്ഥിതിക്ക് ഈ പ്രകൃതി രമണീയമായ എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്തരം പച്ചപ്പും പ്രകൃതിയൊക്കെ ഉള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം. അതുപോലെ തന്നെ ഹൃദയസ്പർശിയായ കഥകളും ഈ ഒരു ഉദ്ദേശത്തിലാണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം അല്ലേ? അപ്പോൾ ഇന്നത്തെ പ്രണയം ആദ്യാവസാനം കണ്ട ഒരാളാണ് ഞാൻ. അതും പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ തന്നെയാണ് കൂടുതലും. പിന്നെ കുറച്ച് സ്ഥലം മാത്രം ഒരു ബിൽഡിങ്ങിൻ്റെ സ്ഥലങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നല്ലാതെ കഥയുടെ ഒരു അവിഭാജ്യമായ കാരണം അങ്ങനെ ആയതാണ്. ബാക്കിയൊക്കെ പ്രകൃതി രമണീയതയുള്ള സ്ഥലങ്ങളാണ്. ക്ഷേത്രവും ആലും തറയും ഒക്കെ ആയിട്ട്. ഇപ്പം ഈ പ്രദേശത്തിൻ്റെ പേരെന്താണ്? ഇപ്പോൾ നമ്മളിത് വന്ന് ഈ കഥക്കൂട്ടിൽ ഒത്തുകൂടിയ ആളുകൾ കൂടിയുണ്ടല്ലോ. ഇന്നത്തെ എപ്പിസോഡിൽ തണ്ണീർക്കോട് ശിവക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശമാണ്, പരിസര പ്രദേശമാണ്. അപ്പോൾ പാലക്കാട് ജില്ലയിൽപ്പെട്ട തണ്ണീർക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തെ തണ്ണീർക്കോട് ശിവക്ഷേത്രം അല്ലേ? ആ ശിവക്ഷേത്രത്തിൻ്റെ ഒരു പ്രാന്തപ്രദേശത്താണ് നമ്മളിപ്പോൾ ഈ കഥക്കൂടിന് വേണ്ടിയിട്ട് ഇരിക്കുന്നത് അല്ലേ? പിന്നെ നേരത്തെ രാജേട്ടൻ ആമുഖത്തിൽ ചോദിച്ച പോലെ ആ ചോദ്യത്തിന് ഒരു അർത്ഥം കൂടി ഉണ്ട്, ഉത്തരം കൂടി ഉണ്ട്. കാരണം നമ്മൾ എന്തുകൊണ്ടാണ് ഇത്തരം സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ പാടത്തോ മറ്റേ കൃഷിയിടങ്ങളൊന്നും കളച്ചിട്ട് കൊത്തിക്കളയ്ക്കാനോ കൃഷി ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. നമ്മുടെ പൂർവികർ മനുഷ്യർ ജന്മം എടുത്തതിന് ശേഷം അല്ലെങ്കിൽ അവരെ ആദ്യമൊക്കെ വേട്ടയാടിയിട്ടും കായികനിലം പറിച്ചുമാണ് മനുഷ്യർ ഭക്ഷണം നേടിയിരുന്നത്. പിന്നീടാണല്ലോ കൃഷി ആരംഭിച്ചത്. അപ്പോൾ കൃഷി ആരംഭിച്ച കാലം മുതലേ ഈ പാടശേഖരങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കൊരു നമുക്കൊരു തോന്നല് അല്ലേ? അധ്വാനാണ്. എന്നാണ് പിന്നീട് വിവിധ മനുഷ്യന്മാരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് വിവിധ തൊഴിലുകൾ വേർതിരിഞ്ഞത്. പുരോഹിതന്മാര്, മരപ്പണിക്കാര്, കൽപ്പണിക്കാര്, അങ്ങനെ കൊട്ടുകാര്. അപ്പോൾ കൊട്ടുകാര് വന്നപ്പോൾ ചെണ്ട ഉണ്ടാക്കുന്നവർ വന്നു. അങ്ങനെ തൊഴിലുകൾക്ക് അനുസരിച്ചാണ് ജാതി മതമായിട്ടും അതായത് പല പ്രദേശങ്ങളിലും മനുഷ്യർ വിഭജിക്കപ്പെട്ടത്. എന്നിരുന്നാലും നമ്മുടെ മനുഷ്യരുടെ എല്ലാവരുടെയും അടിസ്ഥാനമായി കിടക്കുന്നത് കൃഷിയാണ്. ഈ കൃഷിയുടെ ഈ മണ്ണ് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ കൃഷിയിടങ്ങളും മണ്ണ് തന്നെയാണ് മനുഷ്യന്റെ ഉത്ഭവവും. നെൽമണി പോലും കിടക്കുന്നുണ്ട്. മണ്ണ് തന്നെയാണ് മനുഷ്യന്റെ ഉത്ഭവവും, മണ്ണ് തന്നെയാണ് മനുഷ്യന്റെ അവസാനവും. നമ്മൾ പുഴയെ കൊണ്ടുപോയിട്ട് ചിതാഭസ്മം ഒഴിക്കലും അത് മണ്ണിലേക്ക് തന്നെ ലയിക്കും. അത് കടലിൽ പോയി കടലിൽ ചിലപ്പോൾ അടിഞ്ഞുകൂടി ഇരിക്കാം. എന്തായാലും കൃഷിയിൽ നിന്നാണ് മനുഷ്യൻ ഉണർവുണ്ടായത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം ജയ് ജവാൻ ജയ് കിസാൻ എന്നാണ്. ജവാനും കിസാനും എന്നാലേ രാജ്യത്തിനും പോലും നിലനിൽപ്പുള്ളൂ. അതിൻ്റേതായ ഒരു കാരണം കൂടി ഉണ്ട്. കൃഷിയോട് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. ഇതിന് പ്രകൃതിയെ സടകുട മീഡിയ വളരെ അധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒരു പ്ലാസ്റ്റിക് തുണ്ട് പോലും ഞങ്ങൾ സടകുട മീഡിയയിലെ ആളുകൾ റോട്ടിൽ വലിച്ചെറിയാറില്ല. ഞങ്ങൾ കൃത്യമായിട്ട് ഡംപ് ചെയ്യുന്നുണ്ട്. എല്ലാം അത്രയും മാതൃകാപരമായിട്ട് ഞങ്ങൾ കഴിയുന്നുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ സന്ദേശം. ഇതാണ് നമുക്ക് സമൂഹത്തിന് കൊടുക്കാവുന്ന ഒരു സന്ദേശം. അപ്പം അങ്ങനെ കൃഷി ചെയ്യുന്ന ഒരു ഭൂമികയിലാണ് ഇന്ന് നമ്മളിവിടെ കൂട് കൂട്ടിയിറക്കുന്നത്. കഥക്കൂട്ടിന് വേണ്ടിയിട്ട് കൂട് വയ്ക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം അതുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അതിനൊരു പ്രത്യേക അഭിനന്ദനം തരികയാണ് നിങ്ങൾക്ക് രണ്ടാൾക്കും. താങ്ക് യു വളരെ നന്ദി. അപ്പോൾ ഈ കഥക്കൂട്ടിൻ്റെ അതായത് കഥക്കൂട്ട് എന്ന് പറഞ്ഞാൽ സടകുട മീഡിയയുടെ പ്രധാനപ്പെട്ട രണ്ടാളുകളാണ്. ഒന്ന് ശ്രീ ജിതേഷ് പാലക്കൽ പെരുങ്ങോട്, ജിതേഷ് പെരുങ്ങോടാണ്. പിന്നെ ഒന്ന് ശ്രീ രതീഷ് പാലക്കൽ. ഇനിയും ഈ കൂട്ടിൽ ചേക്കേറേണ്ട കിളികളുണ്ട്. പക്ഷെ ഇന്ന് അവർ വഴി തെറ്റി പറന്നു പോയ കാരണം എത്തിയിട്ടില്ല.
വർക്കിന്റെ ഒരു വിഷയമായതുകൊണ്ട് അപ്പോൾ രണ്ടുപേരും വർക്കിലാണ്. താമസിയാതെ അവരും ഇതിൽ ഭാഗവാക്കാവുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് അവരെയും കൂടി ഉൾപ്പെടുത്താം. അപ്പോൾ പുതിയ നിങ്ങളുടെ വെബ് സീരീസിൻ്റെ പേരെന്താണ്? ഇപ്പം ഇന്ന് 6 മണിക്ക് അതിജീവിത എന്നാണല്ലേ? ആ, ഈ അതിജീവിത എന്നുള്ളൊരു പേര് അങ്ങോട്ട് ഹൃദയത്തിൽ കുളത്തി വലിക്കുന്ന പോലത്തെ ഒരു കുളത്താണല്ലോ അത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അതിജീവിതന്മാരാണ് കൂടുതലും. അപ്പോൾ അത്തരുണത്തിലേക്കുള്ള വല്ല ചൂണ്ടുപലകയായിട്ടാണോ ഈ അതിജീവിതനെ കാണേണ്ടത്? ചെറിയൊരു തിരുത്തല്ല, അതിൽ ചെറിയ വ്യത്യാസം ഞങ്ങൾ സടകുട മീഡിയ വരുത്തിയിട്ടുണ്ട്. അത് ബോധപൂർവം വരുത്തിയതാണോ? ബോധപൂർവം വരുത്തിയാണ്. കാരണം നമ്മൾ അതിജീവിതം എന്നുള്ള വാക്കുകൾ ഈ അടുത്താണ് കേൾക്കാൻ തുടങ്ങിയത്. അതായത് ചില നികൃഷ്ടരായ പുരുഷവർഗങ്ങൾ മറ്റേ പറയാൻ പാടില്ല, അത്തരം വാക്കുകൾ അൺപാർലമെന്ററിയാണ്. അപ്പോൾ അവരെ കൊണ്ടുള്ള ദ്രോഹം കൊണ്ടാവുന്ന സ്ത്രീകളെ സമാശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള വിളിയാണ് അതിജീവിതം എന്നുള്ള വിളി. പക്ഷേ ഞങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പീഡനങ്ങളല്ല, ശാരീരിക പീഡനത്തിന് കൂടുതൽ മാനസിക പീഡനം അനുഭവിക്കുന്ന സ്ത്രീകളുടെ കഥകൾ ഞങ്ങൾ കുറേ കേട്ടിട്ടുണ്ട്. ചില സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് പുറത്ത് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ സമൂഹത്തിൻ്റെ തെറ്റായ നോട്ടത്തോടെ, അവർ നല്ല സ്ത്രീകളായിരിക്കും, പക്ഷെ പുറത്തുള്ള കുറച്ച് ആളുകളെ തെറ്റായ നോട്ടത്തോടു കൂടി അവരെ ബാക്കിയുള്ള ആളുകളും ആ കണ്ണിലൂടെ കാണുക, വീക്ഷിക്കുക. അപ്പോൾ അവർക്ക് പുറത്തിറങ്ങി ജോലി ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തിനും കഴിയാത്ത വിധം തകർന്നു പോകണം മാനസികമായിട്ട്. ഇതിലെ നായികയും അത്തരമൊരു നായികയാണ്. അപ്പോൾ അല്ലേ രതീഷ്? അല്ലാതെ അവർക്ക് വേറെ പീഡനം നിൽക്കുന്നില്ല അല്ലേ? ഒരു പുറമെന്നുള്ള ഒരു അപവാദ പ്രചരണവും ഒക്കെ ഇവരെ തടവിലാക്കാണ്, പുറത്തിറങ്ങാൻ പറ്റാതെ. ഒരു അനുബന്ധം പറയാന്ന് വെച്ചാൽ ഈ പുറത്തുനിന്നുള്ള നോട്ടത്തിനെ അതിജീവിക്കാൻ ഇവർക്ക് സാധിക്കാത്തതുകൊണ്ടാണോ? അങ്ങനെ തോന്നിപ്പോവുകയാണോ ഇവരെന്നെ ഉത്കണ്ഠപ്പെട്ടിട്ട് ഞങ്ങളെ നോക്കുന്നത് ഈ രീതിയിലാവോ, ഞങ്ങളെ നോക്കുന്നത് ആ രീതിയിലാവോ എന്ന് ഇവരുടെ വെറും ഒരു ഉത്കണ്ഠ മാത്രമാവാൻ സാധ്യതയല്ലേ? ഉത്കണ്ഠല്ല, കഥയിൽ ഇങ്ങനെ ഒരു സംഭവം രതീഷ് പാലക്കിനോട് ആരോ ഒറിജിനലായിട്ട് സംഭവിച്ചൊരു കഥയാണിത്. അപ്പോൾ ഓരോ അനുഭവസ്ഥ ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ആ കഥ അവരുടെ പേര് സാങ്കല്പികമാക്കിയിട്ട് ഡൈവേർട്ട് ചെയ്ത് മാറ്റി ഞങ്ങൾ വേറെ തലത്തിൽ അവതരിപ്പിക്കുകയാണ്. കഥാപാത്രത്തിന് ഒരു തൂലിക നാമം കൊടുത്തു മാത്രമേ ഉള്ളൂ, അതും സാങ്കല്പിക്കാണ്. മറ്റേ ആളോട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ കഥ സാങ്കല്പിക്കാണോ? കുറച്ച് സാങ്കല്പിക്കാണ്, കുറച്ച് യാഥാർത്ഥ്യമാണ്. കഥാപാത്രങ്ങളും അത്തരണത്തിലാണ്. പേരുകളൊക്കെ മാറിയാലും ആ സ്ത്രീ അനുഭവിച്ച കുറച്ച് കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ്. അതാണ് അതിൻ്റെ. അപ്പോൾ ആ കഥാപാത്രത്തിന് അനുഭവപ്പെട്ട പൊള്ളുന്ന അനുഭവങ്ങളാണ് ഇപ്പോൾ ഈ അതിജീവിത എന്നുള്ള തൂലികാനാമത്തിൽ സടകുട മീഡിയ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഈ അതിജീവിത എന്ന് പേരിടാൻ കാരണം ഞങ്ങൾ മുമ്പ് ഈ സ്റ്റോറി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെന്നായിരുന്നു വെബ് സീരീസിൻ്റെ പേരിടാനുള്ള ആദ്യം അവള് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കഥ ഞങ്ങൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടി തയ്യാറായതായിരുന്നു. പെട്ടെന്നാണ് നമുക്ക് വെബ് സീരീസ് ആക്കിയാലോ എന്ന് തോന്നിപ്പോയത്. ഒരു ഉൾപ്രേരണ വന്നു അല്ലേ? ഒരുപാട് കുറച്ച് എപ്പിസോഡുകൾ ഒരുമിച്ചിട്ട് ഫുള്ളയക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് കുറച്ച് പേരിലേക്ക് ഇത് എത്തിക്കണം എന്നുള്ള ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു ഇതിൽ. അപ്പോൾ ഈ പത്രം പിന്നെ ദൃശ്യമാധ്യമങ്ങളൊക്കെ കാണുമ്പോൾ ഇത്തരണത്തിൽ ഉള്ള അനുഭവങ്ങളുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോൾ നമ്മളും കൂടുതൽ കാണുന്നതൊക്കെ. അപ്പോൾ അവരോടുള്ളൊരു സഹതാപവും ഇപ്പോൾ നമുക്കൊക്കെ ഒരു നിർമ്മല മനസ്സിൻ്റെ ഉടമസ്ഥന്മാർക്ക് ഇത്തരണത്തിലുള്ള ആളുകളോടൊക്കെ നമുക്കൊരു അനുകമ്പ ഉണ്ടാവും. അപ്പോൾ ആ ഒരു അനുകമ്പ കൂടി പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെബ് സീരീസും ഈ നാമകരണവും എന്ന് ഞാൻ ചോദിച്ചാൽ അതിലെന്തെങ്കിലും വ്യത്യസ്ത മറുപടി രണ്ടുപേർക്കും പറയാൻ സാധിക്കുമോ? ഇല്ല, കറക്റ്റ്, അത് കൃത്യമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതിന് ഉത്തരം അത് തന്നെ, ആ ചോദ്യത്തിലുള്ളത് തന്നെയാണ് അതിന് ഉത്തരം. കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് സമൂഹത്തിൽ ഇറങ്ങിയിട്ട് പ്രവർത്തിക്കാനുള്ള ഞങ്ങളുടെ അതിലൊരു വിഭവശേഷിയില്ല. ഏതെങ്കിലും ഇവർക്ക് ഒരു ഷെൽട്ടർ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇവരെ പുനരുജ്ജീവിപ്പിക്കാനോ ഞങ്ങളുടെ കയ്യിൽ ചിലവാക്കാനോ ഒന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ. അപ്പം ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയാതെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ മാർഗ്ഗമാക്കണം. അപ്പം നമ്മുടെ ഈ മാധ്യമം നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ളൊരു പിന്നെ സഹായത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. അതെ അതെ, അല്ലേ? അത്രമാത്രം. അപ്പം
ഇത് വ്യത്യസ്തമായ ശൈലിയിൽ കൂടെയാണ് ഈ വെബ് സീരീസ് കടന്നു പോകുന്നത്. അത് നിങ്ങൾ പ്രേക്ഷകരായി നിങ്ങൾ ഇത് ഞങ്ങളുടെ വീഡിയോ എപ്പിസോഡുകൾ കറക്റ്റായിട്ട് കാണുന്നതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾ കാണുക. അപ്പോൾ പിന്നെ അങ്ങനൊരു സന്ദേഹം വയ്ക്കേണ്ട കാര്യമില്ല എന്നാണ്. നിങ്ങളുടെ ഇന്നത്തെ പ്രണയം വളരെ സന്തോഷത്തോടെയാണല്ലോ കാണികൾ ഏറ്റെടുത്തത് അല്ലേ? അപ്പോൾ ആകെ 100 സബ്സ്ക്രൈബ് ഉള്ളപ്പോഴാണ് അത് 2K 3K അടിച്ചിരുന്നത്. നല്ല സ്വീകരണമായിരുന്നു. അപ്പോൾ നല്ല സന്ദേശങ്ങൾ കൊടുക്കുക വെച്ചാൽ സ്വീകർത്താക്കളും കൂടുതലുണ്ടാവും. ഇപ്പോൾ കവിയരങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥം ഉദ്ദേശിക്കുന്നത് സമാന ചിന്താഗതികൾ ഉള്ള ആളുകൾ കവിത എഴുതുക, കവിത ചൊല്ലുക, അങ്ങനെയുള്ള ആളുകളിൽ കൂടിച്ചേരലിനാണ് കവിയരങ്ങ് എന്ന് പറയുക. ഇതിപ്പോൾ നമ്മൾ കഥക്കൂട്ട് എന്നാണ് നമ്മളെ ശീർഷകം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ താങ്കളൊക്കെ കഥയും കവിതയും ഒക്കെ ആയിട്ട് ബന്ധമുള്ള ആളുകൾ തന്നെ ആവുള്ളൂ അല്ലേ? ഇതൊക്കെ നിങ്ങളുടെ കഥകൾ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ പ്രണയം കഥ നിങ്ങൾ തന്നെയാണ്, രതീഷ് പാലക്കലിൻ്റെയാണ്. അപ്പോൾ ഈ അതിജീവിതയുടെ കഥയോ അതിപ്പോൾ നേരത്തെ പറഞ്ഞു, പക്ഷേ അതിൻ്റെ രതീഷിൻ്റെ മനസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. കഥകൾ എപ്പോഴാണ് നിങ്ങളുടെ മനസ്സിലേക്ക് എത്താറ്? ഏത് സന്ദർഭത്തിലാണ്? ഇങ്ങനെ അലസമായിട്ട് എവിടെയെങ്കിലും ഇരിക്കുമ്പോഴാണോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്താണോ? കഥകൾ ഉള്ളിലേക്ക് കടന്നു വരാൻ അങ്ങനെ നമ്മൾ ക്ഷണിച്ചിട്ട് വരണമെന്നല്ലോ കഥകൾ. അതിഥി എന്നല്ലല്ലോ കഥകൾ. കഥ കവിത എന്ന അതിഥി അല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ കഥയൊക്കെ ഏത് സന്ദർഭത്തിലാണ് ഇങ്ങനെ മനസ്സിലേക്ക് ഉരുത്തിരിഞ്ഞ് വരാറുള്ളത്? ക്ഷണിക്കപ്പെടാതെ വരേണ്ടതാണ്. അതെ, മനസ്സിൽ വരുന്ന, അതായത് എഴുത്തിൽ പറഞ്ഞ ഭാവനകളാണ് ഇതൊക്കെ. ചെറിയൊരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ അത് ഭാവനയിൽ വിടർത്തിക്കൊണ്ടുവരാം. അപ്പോൾ എല്ലാ കഥാകാരന്മാരും അങ്ങനെ തന്നെയാണ് ചെയ്യുക. അപ്പോൾ അതിന് ഒന്നും കൂടി നന്നാക്കി പറയാന്ന് വെച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രതിഭയാണ്. പ്രതിഭ എന്ന് പറഞ്ഞാൽ മനോധർമ്മം. അപ്പോൾ മനോധർമ്മത്തിനനുസൃതമായിട്ടാണ് കഥയും കവിതയൊക്കെ ജനിക്കുന്നത്. അപ്പം അങ്ങനെ ജനിച്ച 2 കഥകളാണ് ഇപ്പോൾ ഈ അതിജീവതി മുന്നേ പ്രക്ഷേപണം ചെയ്ത എന്താ പറയുക ഇന്നത്തെ പ്രണയം, മറ്റ് ഷോർട്ട് ഫിലിമുകളൊക്കെ അല്ല. ഇതിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാട്ടോ. 2 പേരും ഇപ്പോൾ കുട്ടൻ രതീഷ് ആദ്യമായിട്ട് കേൾക്കാവും, രാജേട്ടൻ ചിലപ്പോൾ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും. കഥകൾ മനുഷ്യർ ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയാമോ? ആദ്യകാലത്ത് മനുഷ്യരെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കായികനികളും വേട്ടയാടിയിട്ടുമൊക്കെ ഭക്ഷണം കഴിച്ചിരുന്ന കാലത്ത് അന്ന് മുതലേ മനുഷ്യന് സങ്കല്പം ഉണ്ടായിരുന്നു. അത്ര മനുഷ്യരുടെ സങ്കല്പങ്ങൾ അവർ ഗുഹാചിത്രങ്ങളായിട്ടും മറ്റും ഭൂമിയിലെ പാറയുടെ മേലൊക്കെ കോറിയിട്ടായിരുന്നു. പിന്നെ പുരാതനമായ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ, മെസ്സപ്പൊട്ടാമിയൻ സംസ്കാരത്തിലൊക്കെ കളിമണ്ണില്ലേ, കളിമണ്ണ് ഇങ്ങനെ ഉണക്കിയിട്ട് പ്ലേറ്റ് പോലെ ആക്കിയിട്ട് അതിൽ എഴുതി വെച്ചിട്ടുള്ള ശിലാലിഖിതങ്ങളും കഥകൾ അങ്ങനെയുള്ള കണ്ടെത്തിയിട്ടുണ്ട്. അതിന് ക്യൂണിഫോം ലിപി എന്നാണ് അതിന് പറയുക, ക്യൂണിഫോം ലിപി. അപ്പോൾ കഥകൾ പുരാതന അങ്ങനെ നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയാവുന്നതിലപ്പുറം പിന്നാക്കം പോയി കിടക്കുകയാണ് ചരിത്രപരമായിട്ട്. എത്രയോ പിറകിൽ കിടക്കണം, നമുക്ക് എത്താൻ കഴിയില്ല ചിന്തിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ചരിത്രകാരന്മാർ ചകഞ്ഞെടുത്തുള്ള രേഖകൾ പ്രകാരമാണ് കഥകൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞത്. സത്യം പറഞ്ഞിട്ട് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ എന്ന് പറയുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്. വായിക്കാൻ കാരണം മലയാളം തുല്യത ഈക്വലൻസി മിഷനിൽ 10ാം ക്ലാസ് എഴുതാൻ പഠിച്ചപ്പോഴാണ്. 10ലാണോ +1 10ാം ക്ലാസ്സിൽ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ പറയുന്ന വ്യക്തി എഴുതിയ വാസനാവികൃതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ് മലയാളത്തിലെ ആദ്യത്തെ കഥ എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരല്ലേ? നായനാർ. അങ്ങനെയാണോ? അതെ അതെ, കണ്ണൂരുകാരനാണ്, നായനാരാണ്. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ എന്നൊരു കേട്ടൊരു ആ പേര് തെറ്റിദ്ധരിക്കപ്പെട്ടാണ്, നായനാർ എന്നാണ് ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ടേ. അദ്ദേഹം തന്നെയാ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ എന്ന് കേട്ട ഒരു ഓർമ്മ എൻ്റെ അടുത്തുണ്ട്. നായനാർ എന്നുള്ളത് അദ്ദേഹത്തിന്റെ പേര് നായനാർ എന്നാണ്. അപ്പോൾ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാര് വാസനാവികൃതി പറഞ്ഞ കഥയാണ് അത്ര ആദ്യത്തെ മലയാള ചെറുകഥ, അല്ലെങ്കിൽ കഥ ആയിട്ട് രൂപാന്തരപ്പെട്ടത്. ലക്ഷണമൊത്ത ആദ്യത്തെ മലയാളത്തിൽ എഴുതിയത്. അതിന് മുന്നേ സംസ്കൃതമായിട്ടുള്ളതൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. അദ്ദേഹത്തിന് വേറെ വിളിപ്പേര് കൂടി ഉണ്ട് തോന്നുന്നു, കേസരിയാവോ അങ്ങനത്തെ പേര് കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ അറിവിൽ നിന്ന് തന്നെ കിട്ടുന്നത്. ഇപ്പോൾ കഥകൾ ഉണ്ടാകുന്ന വഴികളാണ് അതൊക്കെ.
കഥകളുണ്ടാവുന്ന വഴിക്ക് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ധാരാളം വായനയാണ്. അതെ, വായന വേണം. നമ്മൾ എഴുത്തുകാരായ പ്രഗത്ഭന്മാരുണ്ടല്ലോ, എം ടി വാസുദേവൻ, അതുപോലെ വൈക്കം മുഹമ്മദ് ബഷീർ, പിന്നെ പുനത്തിൽ കുഞ്ഞബ്ദുള്ള, ഇദ്ദേഹത്തിന്റെ കഥകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൂനത്തിൽ കുഞ്ഞബ്ദുള്ള എന്ന് പറഞ്ഞ ആളുടെ കഥകളൊക്കെ വായിച്ചാണല്ലോ വിപ്ലവകാരിയാണ് കഥ എഴുത്തിൽ. ജീവനുള്ള കഥാപാത്രങ്ങളായിട്ട് നമ്മുടെ മുന്നിലായിട്ട് വന്നു നിൽക്കും. അതെ അതെ. അദ്ദേഹത്തിന്റെ കഥ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയുക, മനസ്സിൽ ആ ദൃശ്യങ്ങൾ ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അതുപോലെ മറ്റുള്ള എല്ലാ എഴുത്തുകാരും അങ്ങനെ തന്നെ. ഞാനിപ്പോൾ വായിക്കുന്ന പുസ്തകം നമ്മളെ യശശരീരനായ പിന്നെ MT വാസുദേവൻ സാറിൻ്റെ നിന്റെ ഓർമ്മയ്ക്ക് എന്നുള്ളൊരു പുസ്തകമാണ്. ഒരു 6 കഥകളും കൂടി സമാഹാരമാണ്. നിന്റെ ഓർമ്മയ്ക്ക് എന്നുള്ള കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. നല്ല രസമാണ്, ഇഷ്ടമാണ് കഥ. ചെറിയ കഥകളാണ്, ചെറിയ പുസ്തകമാണ്, പക്ഷെ എന്നാലും ഒക്കെ ഹൃദയത്തിൽ സ്പർശിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. ജിതേട്ടാ, ഞാൻ ഒരു ദിവസം രാജേട്ടൻ്റെ വർക്ക് ചെയ്യണ സ്ഥലത്തേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഒരു പുസ്തകം വായിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, എന്താണ് ഈ പുസ്തകം വായിക്കാനുള്ള കാരണങ്ങൾ, ആ പുസ്തകം ഏതാണെന്നൊന്ന് പ്രേക്ഷകരൊന്ന് പറഞ്ഞു കൊടുത്തു. അത് പിന്നെ സുപ്രസിദ്ധ പുസ്തകമാണ്, പരിശുദ്ധ ഖുർആനാണ് ഞാൻ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നോട് പറഞ്ഞിരുന്നത്, അതുകൊണ്ടാണ് എനിക്ക് അത്ഭുതം തോന്നാത്തത്. കാരണം രാജേട്ടനെ കുറിച്ച് എനിക്കറിയാം. അദ്ദേഹം എല്ലാ മതഗ്രന്ഥങ്ങളും വായിക്കുന്ന ആളാണ്. ബൈബിള് വായിച്ചിട്ടുണ്ട്, ഖുർആൻ വായിച്ചുകൊണ്ടിരിക്കുന്നു. വായിക്കല്ല, അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കും, അതിനുള്ള അറിവുകൾ നേടുന്നുണ്ട്. രാമായണം വായിച്ചു നോക്കിയിട്ടുണ്ട്, ശിവപുരാണം. അപ്പോൾ ഇതൊന്നും വ്യത്യസ്തത കാണാൻ സാധിക്കില്ല. ഒന്ന് ചെറുതും മറ്റൊന്ന് വലുതും, നിമ്നോന്നതങ്ങളില്ല, ഉയർത്ത താഴ്ചകളില്ല. ഇല്ല. അങ്ങനെ വേണം നമ്മൾ ഗ്രന്ഥത്തിനെ മനസ്സിലാക്കാൻ. ഒരു ഗ്രന്ഥമാണ് വിശിഷ്യ ഒരു ഗ്രന്ഥമാണ്, അതാണ് വിശിഷ്ടത കൂടുതൽ, മറ്റത് അത്രയ്ക്ക് ഇല്ല എന്ന് പറയാൻ ഞാൻ ആളല്ല. അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിത് എനിക്കൊരു സ്നേഹ സമ്മാനമായിട്ട് തന്നതാണ് ഈ ഖുർആൻ. അതെ, അതായത് നമ്മൾ കഥക്കൂട്ടിൽ അത്തരം ഒരു പരാമർശം ഇട്ടത് എന്ന് വെച്ചാൽ രാജേട്ടനെ കുറിച്ച് 4 ആളുകൾക്ക് ഉള്ള ഒരു ധാരണ കൂടി വന്നിട്ടാണ്. നമ്മൾ എന്തുകൊണ്ട് ഇദ്ദേഹത്തെ ക്ഷണിച്ചു എന്നുള്ള പ്രേക്ഷകർ കൂടിയും അറിയാൻ വേണ്ടിയിട്ടോ. അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ഈ ഖുർആൻ വായിക്കുന്ന അദ്ദേഹം വായിക്കുന്ന ഞങ്ങൾക്ക് രഹസ്യമാക്കി വെക്കാം. പക്ഷെ അദ്ദേഹം ഇങ്ങനത്തെ ഒരാൾ എന്തുകൊണ്ട് ഇദ്ദേഹത്തെ ഞങ്ങൾ വിളിച്ചു, അല്ലെങ്കിൽ സടപട മീഡിയയ്ക്ക് ഞങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഇദ്ദേഹം എന്നോട് വന്നു, ഏറ്റവും കൂടുതൽ അർഹതയുള്ള ഒരാളെയാണ് ഞങ്ങൾ വിളിച്ചു വരുത്തിയത്, അല്ലേ യതീഷ് പാൽ? ഇതൊക്കെയാണ്. ഇത് പുറം ലോകം അറിയാതെ ഞങ്ങളെപ്പോലെ ഇതേപോലെ എത്ര പേരുണ്ടെന്ന് അറിയും. അറിവാണ് പ്രശസ്തിയുടെയൊക്കെ ആധാരം വെച്ചാൽ ഇദ്ദേഹമൊക്കെ ചങ്ങരോളം ദേശത്ത് വലിയൊരു ഏറ്റവും പ്രശസ്തിയിൽ ഉണ്ടാവേണ്ട ആളാണ്. പക്ഷെ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും പ്രശസ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല, ചെയ്യരുത് എന്നാണ് നമ്മളെ എൻ്റെ ഒരു രീതി. അതാണ്. പിന്നെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ വല്ല പ്രശസ്തിക്ക് വരാച്ചാൽ അതൊട്ട് വേണ്ടെന്ന് വെക്കണ്ട, അല്ലേ? അങ്ങനെയാണ്. ഇപ്പൊ നമ്മളിവിടെ പരാമർശിച്ചതും പ്രശസ്തിക്ക് വേണ്ടിയിട്ടല്ല, ഒരു അർത്ഥത്തിലും പ്രശസ്തിക്ക് വേണ്ടി പറഞ്ഞതല്ല. അങ്ങനെ അടിച്ചാൽ ഞങ്ങൾക്ക് പ്രശസ്തിക്കാണെങ്കിൽ നമ്മുടെ ഈ ചാനല് പെയ്ഡ് പ്രൊമോഷൻ കൊടുത്തിട്ട് നമുക്ക് ഹിറ്റാക്കാം, പല രൂപത്തിലും പല ഭാവത്തിലും. അതിന്റെ ഒരു ആവശ്യകത ഇല്ല. സ്വാഭാവികമായിട്ട് വരുന്ന പ്രേക്ഷകർ മതി ഞങ്ങൾക്ക് എന്നുള്ള ഒരു ധാരണയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മളെ സാധാരണ രീതിയിൽ നമ്മളെ മൊബൈൽ ക്യാമറ വഴിയാണ് ഞങ്ങൾ വീഡിയോ ചെയ്യണത്. അതെ, അത് നമ്മുടെ പിന്നെ എന്താ പറയുക, സാമ്പത്തിക ഉന്നമനത്തിൻ്റെ പോരായ്മ കൊണ്ടാണ്. പക്ഷേ അങ്ങനെയാണെങ്കിലും ചിത്രീകരണത്തിൻ്റെ ഇടയിൽ ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടില്ലല്ലോ. അത് നിങ്ങളുടെ വൈഭവമാണ്. ക്യാമറ, അതായത് മൊബൈൽ ക്യാമറ കൈകാര്യം ചെയ്യുന്നതിൻ്റെ വൈഭവമായിട്ടാണ് അതിന് കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും കഥകൾ പറഞ്ഞു സമയം ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഞങ്ങൾക്കും മടുത്തിട്ടില്ല, ഇത് കാണുന്ന പ്രേക്ഷകർക്കും മടുപ്പുണ്ടാവില്ല എന്ന് കരുതിക്കൊണ്ട് 4-5 കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്തിട്ട് ഞങ്ങൾ ഈ ഇൻ്റർവ്യൂ ഇവിടെ അവസാനിപ്പിക്കും. ചിലപ്പോൾ പറയാതെ ആയിരിക്കും അവസാനിപ്പിക്കുക. അപ്പോൾ അടുത്ത ഇത് കഥക്കൂട്ട് ഈ 1ാമത്തെ എപ്പിസോഡ്, ഇനി 2ാമത്തെ എപ്പിസോഡ് വരുന്നതായിരിക്കും. നമ്മളെ ബാബേട്ടൻ വരാൻ കിടക്കുന്നുണ്ട്. കഥക്കൂട്ടിലെ ഒരു കിളിയാണ്. പിന്നെ വൈൻ പാലക്കൽ വരുന്നുണ്ട്. പിന്നെ ഇതിനിടയിൽ ഞാൻ
രാജേട്ടൻ പറഞ്ഞ രസകരമായിട്ടുള്ളൊരു സംഭാഷണം എടുത്തിട്ടാണ്. ഇതൊരു കഥയല്ല, എന്തത്? പക്ഷെ ആ പറഞ്ഞ വ്യക്തി വേറെ ആളാണ്. രാജേട്ടനെ പ്രതികൂട്ടിലാക്കില്ലല്ലോ. ഇല്ല ഇല്ല, ഒരിക്കലില്ല. കാരണം ആ സംഭവം പറഞ്ഞ ആൾ വേറെ വ്യക്തിയാണ്. രാജേട്ടൻ അത് എനിക്ക് മറച്ചു തന്നു. ആ കഥ ഒരാൾ പറഞ്ഞ സംഭാഷണമാണ് ജിതേഷേ. എനിക്ക് അപ്പം പിടികിട്ടിയില്ല. പിന്നീട് ആലോചിച്ചിട്ട് ഞാൻ വളരെയധികം ചിരിച്ചു എന്ന് പറഞ്ഞൊരു സംഭാഷണമുണ്ട്. രതീഷ് കേട്ടോ. നമ്മുടെ ജോലിയെ പറ്റി ഇവിടെ പറയുന്നില്ല. അപ്പോൾ ആ പുള്ളിക്കാരനോട് രാജേട്ടൻ ചോദിച്ചു അത്രേ, താങ്കൾ എന്താണ് പുലർച്ചെ വരെ ചെയ്യുക ഈ ജോലി സ്ഥലത്ത്, എന്താണ് ചെയ്യുന്നുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ്, എന്ത് ചെയ്യാനാ, ഞാൻ തേക്കോട്ടയിൽ അരിവാള് ചാരി വെച്ച പോലെ ഇരിക്കുന്നേ. അതെന്താ അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ലേ. തേക്കുകൊട്ടയിൽ അരിവാള് ചാരി വെച്ച പോലെ ഇരിക്കുന്നേ പുലർച്ചെ വരെ, എന്താ എനിക്ക് മനസ്സിലായിട്ടില്ലേ. എന്താണ് അങ്ങനെ അതിൻ്റെ സങ്കല്പം എന്താ അന്ന് പറഞ്ഞു? അതെ, എൻ്റെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിലുണ്ടല്ലോ, സുരക്ഷാ ജീവനക്കാരനാണ്. മലയാളത്തിലാണ് ഞാൻ വിവക്ഷിക്കുന്നത്. സുരക്ഷാ ജീവനക്കാരനാണ്. അതായത് 24 മണിക്കൂറും സൂക്ഷ്മ നിരീക്ഷണം, ഉറങ്ങാത്ത കണ്ണുകളായിട്ട് സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന ഒരു തൊഴിലിലാണ് ഞാൻ ഏർപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ വളരെ ആസ്വദിച്ചിട്ടാണ് ഞാനത് ചെയ്യണതും. അതാണ് വേണ്ടത്. അപ്പോൾ വളരെ ഇടുങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് ഞങ്ങൾ രാത്രി കാലങ്ങളിൽ കഴിച്ചുകൊണ്ട് വരിക. നിവർന്ന് കെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളെ കൂടെ വളരെ കുറച്ച് ദിവസം ജോലി ചെയ്തൊരു സഹപ്രവർത്തകൻ പറഞ്ഞതാണ്, തേക്കൊട്ടയിൽ അരിവാൾ വെച്ച പോലെയാണ്. അതായത് ഇങ്ങനെ വളഞ്ഞിട്ടാണ് മൂപ്പര് ഇരിക്കുന്നതെന്ന്, രാത്രി കഴിച്ചു വിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ 1.5 ലക്ഷം രൂപയുടെ കട്ടിലും അതിനനുസൃതമായ കിടക്കയും എ സി ഒരു നിശ്ചിത തണുപ്പ് വെച്ചതിന് ശേഷം ഫാൻ ഇട്ടിട്ടൊക്കെ കിടന്നുറങ്ങുന്ന ആളുകളൊക്കെ ഉണ്ട് സമൂഹത്തിൽ. ഇങ്ങനെയും അർദ്ധബോധാവസ്ഥയിൽ ഉറങ്ങുമല്ല എന്നാൽ ഉണർന്നിട്ടുമല്ല എന്നുള്ള അങ്ങനത്തെ ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് അയാളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടല്ല, അയാളെ പിൻപറ്റിയിട്ട് ഒരു കുടുംബം കഴിയുന്നുണ്ട്. എത്ര ത്യാഗമായ ഒരു ജീവിതമാണെന്ന് അറിയോ. ഏത് വർക്ക് ചെയ്യുമ്പോഴും അത് ആത്മാർത്ഥമായിട്ട് ചെയ്യാം. ഏത് പണിയായാലും ശരി, ആത്മാർത്ഥത ആ പണിയോട്. അപ്പോൾ ഇതിൽ ചോദിച്ചു വന്നതെന്ന് വെച്ചാൽ, ആ കഥക്കൂട്ടിലേക്ക് ഇത് ഞാൻ ചോദിക്കാൻ കാരണം, ഇതൊരു കഥ ശരിക്കൊരു ആ വാക്കുകൾ ഒരു കഥയിലോ എവിടെയെങ്കിലും ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു അല്ലേ അവസരം ഉണ്ട് ഇതിന്. ചുരുങ്ങിയിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഉപമിക്കാൻ പറ്റാവുന്ന ഒരു പദമാണ് കൊട്ടയിലെ അരിവാള് വെച്ച പോലെ നാടൻ ഭാഷയായിട്ട് ഉപയോഗപ്പെടുത്താം. അരിവാള് വെക്കുമ്പോ ഇങ്ങനെ വളഞ്ഞിട്ടാലിരിക്കുക എങ്ങനെ അതുപോലെയാണ് ഒരു മനുഷ്യൻ ഇരിക്കുന്നത് പറഞ്ഞു. കൊട്ട എന്ന് പറഞ്ഞാല് മനസ്സിലായി? അപ്പൊ മനസ്സിലായി. എന്താ കൊട്ട? കൊട്ടല്ലേ, മുള കൊണ്ട് ഉണ്ടാക്കിയുള്ള ആ കൊട്ടല്ലേ അന്നത്തെ കാലത്ത്. അദ്ദേഹം ഉദ്ദേശിച്ച കൊട്ട പലതരം ഉണ്ട്. തേക്കൊട്ട പറഞ്ഞ സാധനം ഉണ്ട്, പഴയ കാലത്ത് വെള്ളം തിരിക്കാൻ വേണ്ടിയിട്ട് തേക്കൊട്ട. പിന്നെ വട്ടക്കൊട്ട, വരിക്കൊട്ട, വള്ളിക്കൊട്ട, കൊട്ട പല തരത്തിലുള്ള കൊട്ട ഉണ്ട്. ഏത് കൊട്ടയിൽ അരിവാള് വെച്ചെന്നുള്ള അദ്ദേഹം പറഞ്ഞിട്ടില്ല കേട്ടോ. അത് നമ്മുടെ യുക്തിക്ക് അനുസരിച്ചിട്ട് ആ കൊട്ട നമുക്ക് തീരുമാനിക്കാം. പക്ഷെ വളരെ രസകരമായി ഞാൻ ഒരു നോവലിലോ അല്ലെങ്കിൽ ഒരു കഥകളിലോ ഇങ്ങനത്തെ ഒരു ഉപമ കേട്ടിട്ടില്ല. എനിക്ക് അത്ഭുതമായി രാജേട്ടൻ പറഞ്ഞപ്പോൾ. വാക്കുകളുണ്ടല്ലോ, ചില വ്യക്തികളുടെ വാക്കുകള് ആള് തമാശയിലാവില്ല പറയുന്നത്, ചിലപ്പോൾ കാര്യത്തോടാവും. പക്ഷെ അത് നമുക്ക് കേൾക്കുമ്പോൾ തമാശ രൂപത്തിലും കാര്യത്തിലും നമുക്ക് അടുക്കും ചെയ്യും. ചില വ്യക്തികൾ അങ്ങനെയാണ്. അദ്ദേഹത്തിന് അധികം വിദ്യാഭ്യാസം ഒന്നും ഇല്ല, സാമൂഹിക പരിജ്ഞാനത്തിന് ഉൾക്കൊണ്ടതാണ് ആ വാക്കുകളൊക്കെ. ഒരു നാടൻ ശൈലിയിൽ പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടിയ വാമൊഴികളായിരിക്കാം, അങ്ങനെയാവാം. അപ്പോൾ മനോഹരമായൊരു സായാഹ്നമാണ്. നമ്മുടെ സൂര്യാസ്തമിക്കുകയാണ്. പവൻ വീശുന്നില്ല അല്ലേ, കാറ്റില്ല, ഇല്ല. എന്നാലും സുഖകരമായ ഒരു അന്തരീക്ഷമാണ്. വെയിലും ചൂടൊന്നും ഇല്ല, നേരിയൊരു ഇളം തണുപ്പുണ്ട്. അപ്പോൾ ഒരു പ്രതിഭയില്ലാത്ത ആളുകളാണെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ പ്രതിഭ വരാനുള്ള ഒരു സാഹചര്യമുള്ളൊരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് അല്ലേ. ഒരു പോക്കുവയിൽ എന്ന് പറഞ്ഞപ്പോൾ ഒരു കഥക്കൂട്ടിലേക്ക് ഒരു വാക്കുകൂടി കിട്ടി, പോക്കുവയിൽ. ഈ പോക്കുവയിൽ എന്നുള്ള വാക്ക് പ്രേക്ഷകർ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു പുസ്തകത്തിൻ്റെ മേലുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അനിയൻ രാജേട്ടൻ അറിയില്ല, ലൈബ്രറിയനായിരുന്നു പൊന്നാനി കോളേജിൽ എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വലിയൊരു ലൈബ്രറി ഉണ്ടായിരുന്നു കേട്ടോ.
അത് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ ചെറുപ്പമാണ്. ചെറുപ്പല്ലേ? അദ്ദേഹത്തിന് സിറ്റ് ഔട്ടിൽ ഉമ്മറ തന്നെ ഒരു വലിയ ബുക്കുകളൊക്കെ നടക്കി വെച്ച് കാണാം. എനിക്ക് അത്ര നല്ല കട്ടിയുള്ള പുസ്തകങ്ങളാണ്, വലിയ വലിയ പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനതിലിങ്ങനെ അന്ന് കുട്ടിക്ക് ചെറുപ്പത്തിൽ പോയി ഇങ്ങനെ ചെല്ലുമ്പോൾ അച്ചാച്ചനാണല്ലോ ചെല്ലുമ്പോൾ അച്ചാച്ചനാണല്ലോ ഇദ്ദേഹത്തിന് ഈ ലൈബ്രറി ഇങ്ങനെ പരിശോധിച്ചപ്പോൾ ഒരു പുസ്തകം ഇങ്ങനെ എനിക്ക് തോന്നി ചെറിയൊരു ബുക്ക് എടുത്ത് വായിക്കാൻ. അന്ന് എൻ്റെ പ്രായം അത്രേ ഉള്ളൂ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായത്തിലാണ്. വലിയ പുസ്തകങ്ങളോടും താല്പര്യമില്ല. പോക്കുവെയിൽ ആ പുസ്തകത്തിൻ്റെ ചട്ട. അപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ വായിച്ചത് ഇങ്ങനെ മറക്കി നോക്കുമ്പോൾ എനിക്ക് ഈ ആളുകളെ പ്രൊഫൈൽ എടുത്ത് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വിരമിച്ച മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വിരമിച്ച അധ്യാപകരുടെ കവിതകളാണ് അതിൽ. ആലങ്കോടുന്നുണ്ട്, മറ്റേ അങ്ങനെ പൊന്നാനി നിന്നുണ്ട്, കോട്ടക്കൽ നിന്നുണ്ട്, മഞ്ചേരി വളാഞ്ചേരി ഒക്കെ ഉള്ള അത് കുറേ ആളുകൾ കവിതകൾ കണ്ടു. നാടിൻ്റെ നാനാ ഭാഗത്തു നിന്നുള്ള ആളുകളും അതിൽ സംബന്ധിക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് കവിതകളൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. കുറേ ഈ അടുത്ത കാലം വരെ അതിൽ നിന്ന് വായിച്ച കവിതകൾ ഓർമ്മ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ വലിയ ഓർമ്മയില്ല, എങ്കിലും നല്ല രസമുള്ള കവിതകളായിരുന്നു, അവരുടെ സങ്കല്പങ്ങളൊക്കെ എഴുതിയിട്ട്. അപ്പോൾ ആ പോക്കുവഴി എന്നുള്ള വാക്കിൽ എന്നെ കൊണ്ടെത്തിച്ചപ്പോൾ ആ ഓർമ്മയിലൊക്കെയാണ് രാജേട്ടൻ്റെ ഒരു വാക്ക്. അതൊരു കഥ തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഞാൻ ഉൾക്കൊള്ളാണ്, നമ്മൾ സംസാരിക്കുന്നതും ശ്രദ്ധിച്ചിട്ട് വേണമെന്ന്. അതെ, വികട സരസ്വതി പറയാൻ പാടില്ല എന്നർത്ഥം. ഈ പോക്കുവയിൽ നിന്നുള്ള ഒരു സംഭാഷണം വേറെ ഒന്നാണ് ഈ അനുഭവം ഉണ്ടാവില്ല. അപ്പൊ സംഭാഷണങ്ങളിൽ നിന്നും അനുഭവം പിറക്കുന്നുണ്ട്, മനസ്സറിയാതെയാണ്. അപ്പൊ ഇതും ഒരു പുതിയ അനുഭവമായിട്ടാണ് നമുക്ക് വരുന്നത്. രതീഷ് പാലക്കൽ എന്നോട് ഒരു കാര്യം ചോദിക്കാൻ രാജേട്ടനോട് ചോദിക്കാൻ പറയുന്നത്. രതീഷ് നേരിട്ട് ചോദിക്കുന്നോ ഞാൻ ചോദിക്കണോ? അതൊരു അഭിമുഖത്തിൽ ചോദിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എല്ലാവരും അവരുടെ സ്വയം ചാനൽ സ്വയം പ്രൊമോട്ട് ചെയ്യുന്ന കാലഘട്ടമാണ്. ഞങ്ങൾ ചോദിക്കുന്നത് രാജേട്ടന് സടകുട മീഡിയയെ വിമർശിക്കാനുള്ള അധികാരമുണ്ട്. രാജേട്ടൻ മാത്രമല്ല, നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഉണ്ട്, ഇല്ലേ? തീർച്ചയായും. അപ്പോൾ ആ വിമർശനാത്മകമായിട്ട് എന്തെങ്കിലും ഒരു ചോദ്യങ്ങൾ കുറച്ച് ചോദിക്കണം രാജേട്ടൻ എന്നുള്ള പ്രേക്ഷകരെ മുൻനിർത്തിയിട്ട്. അതൊരു ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. വിമർശിക്കാൻ തൊട്ടതിനും പിടിച്ചതിനൊക്കെ വിമർശിക്കുക പറഞ്ഞാൽ അതിനേ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സമയം കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ഈ ഷൂട്ടിങ് നിങ്ങൾ പല സന്ദർഭത്തിലും ചെയ്യണ കാണാറുണ്ട്. അതെന്താണ്? നിങ്ങളുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണോ? ഇപ്പോൾ ഈ പോക്കുവെയിൽ എന്ന് പറഞ്ഞ പോലെ പ്രകാശം ഭൂമിയിൽ നിന്ന് ധാരാളം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത് കാണാറുണ്ട്. ഇന്ന് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ സടകുട മീഡിയയിൽ അഭിനയിച്ച ഒരു വ്യക്തിയാണ് എന്നെ വിളിച്ചത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഫോൺ വിളിച്ചിട്ട് കുശലാന്വേഷണങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു, ഈ പണിയുടെ തിരക്കും കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇദ്ദേഹം പറഞ്ഞു, എന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, പലരും വിളിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് വട്ടുണ്ട് ഇവരെ കൂടെ അഭിനയിക്കാൻ, അതൊക്കെ മാറ്റിക്കൂടെ, നിങ്ങൾക്ക് എന്തിനാ അവരെ കൂടെ അഭിനയിക്കേണ്ട ആവശ്യം എന്നൊക്കെ ഇദ്ദേഹം പറയുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ വെച്ചാൽ, എനിക്ക് അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്, വലിയ സിനിമ മേഖലയൊന്നും എനിക്ക് അങ്ങനെ താല്പര്യമൊന്നുമില്ല, പക്ഷെ എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ അവരെ കൂടെ ഞാൻ കൂടും. അതിന് ആൾക്കാർ പലതും പറഞ്ഞോട്ടെ, അത് സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. അതെ, നിങ്ങളുടെ കൂടെ അഭിനയിക്കുന്നത് സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടല്ലോ. അപ്പൊ ഈ വിളിച്ചത് ഇന്ന് സ്ത്രീയാ പുരുഷനാണോ താങ്കളെ വിളിച്ചത്? പുരുഷനാണ്. അപ്പൊ അദ്ദേഹത്തിനാണ് വിമർശിച്ചത്. സടകുട മീഡിയയുടെ കൂടെ എന്തിനാ നിങ്ങൾ അഭിനയിക്കുന്നത്, നിങ്ങൾക്ക് വിഭ്രാന്തി ഉണ്ടോന്ന്? അത് ആ ചോദ്യത്തിൽ തന്നെ തെറ്റാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ചോദിച്ച ആളുടെ മാനസികമായിട്ടുള്ള അവിടേക്കാണ് ഞാനും വരുന്നത്. ഓരോരുത്തരുടെ വീക്ഷണ കോണ് പോലെ ഇരിക്കും. അതെ അതെ അതെ. അപ്പോൾ അദ്ദേഹത്തിന് ഇതൊക്കെ ഒരു വിഭ്രാന്തി, മാനസിക നില തകരാറായ ആളുകൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി തോന്നിപ്പോയിണ്ടാവാം. അതുകൊണ്ടാണ് അത് അങ്ങനെ ഉപമിച്ചത്. തെറ്റ് വരാൻ പറ്റില്ല. ആ കാട്, ഒരു വലിയ കാട് കണ്ടു, മരം മുറിക്കാരെന്താ ചിന്തിക്കുക? അതിൽ കച്ചവടക്കാരെന്താ ചിന്തിക്കുക? അത് മുറിച്ചെടുക്കുക. അത് എത്ര കോടി രൂപയുടെ മരങ്ങളാ, അത് മുറിച്ച് വിറ്റാൻ ഞാൻ എൻ്റെ കുടുംബം അല്ലെങ്കിൽ എൻ്റെ കൂടെ പൈസക്കാരായി എന്നല്ല ചിന്തിക്കുക. അതേപോലെ തന്നെയാണ് പക്ഷികളെന്താ ചിന്തിക്കുന്നത്, നമുക്ക് കൂട് കൂട്ടാം, അതിൻ്റെ കായ്ക്കനികൾ, സുരക്ഷിതമായ ആവാസ സ്ഥലം. ആ കാടിൻ്റെ ഉള്ളിൽ ചില മരങ്ങളുണ്ട്, വളഞ്ഞ മരങ്ങൾ ഉണ്ടാവും, നേര് ചുവയുള്ള മരങ്ങളുണ്ടാവും.
ഈ മരം വെട്ടുകാർ വന്നിട്ട് ആദ്യം ഏത് മരം മുറിക്കുക? അതന്നെ നേരെയുള്ള മരം മുറിക്കും. കാരണം അവർക്ക് തടി വിൽപ്പനയ്ക്ക് പറ്റിയതും അല്ലെങ്കിൽ മരപ്പണിക്ക് പറ്റിയതൊക്കെ നേരായ മരങ്ങളാണ്, വളഞ്ഞതല്ല. അപ്പോൾ നേരായ മരങ്ങൾ മുറിക്കുക. അതുപോലെ സടകുട മീഡിയയിൽ കണ്ടാൽ മതി ആ വിമർശനം. അപ്പോൾ വലിയൊരു മരത്തിനെ മുറിച്ചിട്ട് ചെറിയ മരമായ സടകുട മീഡിയയുടെ മുകളിൽ ഇട്ട് നോക്കിയിരിക്കുകയാണ്. അതെ അതെ അതെ. അപ്പോൾ ആ വീഴ്ചയുടെ ആഘാതത്തിൽ സടകുട മീഡിയ എന്ന് പറഞ്ഞ ചെറിയ വൃക്ഷം നാമാവശേഷമാവെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. അതെ. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇതുവരെ ഭൂമിയിൽ കാണാത്ത ഒരു സാധനമാണിത്. ഭൂമിയിൽ ജീവനോടുണ്ടായിരുന്ന ഒരു സാധനമാണിത്. അത് വെള്ളം തട്ടിയപ്പോൾ പുനർജീവിച്ചതാണ്. ഈ പറയുമ്പോൾ അത് നിസ്സാര സംഭവമാണ്, പക്ഷെ വലിയൊരു പ്രക്രിയയാണ് ഇപ്പോൾ ഭൂമി ചെയ്തിരിക്കുന്നത്. ഈ ജീവൻ മണ്ണിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഇതിന് ശാസ്ത്രലോകം വിചാരിച്ചാൽ അത് പുനരുജ്ജീവനം കൊടുക്കാൻ സാധിക്കില്ല. അത് മഴ തന്നെ കിട്ടണം എന്ന പോലെ സടകുട മീഡിയയുടെ മുകളിലേക്ക് എത്ര വലിയ വടവൃക്ഷം മുറിച്ചിട്ടാലും സടകുട മീഡിയ തകർന്ന് തരിപ്പണാവരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. അപ്പോൾ നമുക്ക് ഇനി മീഡിയ നമുക്ക് അവസാനിപ്പിക്കുക. അതിന് മുന്നേ നമ്മുടെ കഥക്കൂട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി ഇതിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡ് വരുന്നുണ്ട്. ഞങ്ങളെ ബാക്കിയുള്ള ആളുകളെയും കൂട്ടിയിട്ട് ഞങ്ങളൊരു എപ്പിസോഡ് കൂടി ചെയ്യാം. ബാബട്ടൻ പറഞ്ഞിരുന്നു നിങ്ങൾ ഇന്ന് ഷൂട്ട് ചെയ്യൂ, ഞാൻ അടുത്ത എപ്പിസോഡിൽ എനിക്ക് പ്രേക്ഷകരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് എന്തായാലും പറയണം എന്നാണ് ആള് പറയണത്. കാണുന്ന പ്രേക്ഷകര് ഞങ്ങൾ അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. ബാബട്ടന്റെ റിക്വസ്റ്റ് ആണ് കേട്ടോ. കാത്തിരിക്കുക, കാണുക, പ്രോത്സാഹിപ്പിക്കുക. എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് ഉയരാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രതീക്ഷയിൽ നിന്ന് താഴ്ന്നിട്ട് ഞങ്ങൾ സഞ്ചരിക്കില്ല എന്ന് ഉറപ്പ് തരാണ്. പിന്നെ ഇതില് നിങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ ഷോർട്സ് വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിട്ടുണ്ട്, സടകുട മീഡിയയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ ബന്ധപ്പെടാനുള്ളത്. പിന്നെ എല്ലാവരും ഭൂമിയിൽ നിന്ന് നമ്മൾ പോകുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഏകദേശം 38 അഭിനേതാക്കളെ ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പുതിയതായിട്ട്. അതെ അതെ. ഞങ്ങളെ സടകുട മീഡിയയിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് കലാകാരന്മാരെ പുറത്തേക്ക് കൊണ്ടുവരാറുണ്ട്. ഞങ്ങളെ കഴിയാവുന്നത് ഞങ്ങൾ ചെയ്യും. നിങ്ങളുടെ സഹകരണം കൂടി ഉറപ്പാക്കിക്കൊണ്ട് കേട്ടോ. നമ്മളെല്ലാവരും ജീവിതം ഒന്നേ ഉള്ളൂ, മരണം ഉണ്ടല്ലോ, അതിൻ്റെ ഉറപ്പല്ലേ? തീർച്ചയായിട്ടും നമ്മളെ ആഗ്രഹങ്ങൾ നമ്മൾ നിറവേറ്റുക. അതെ. മറ്റുള്ള ആൾക്കാർ എന്ത് പറഞ്ഞോട്ടെ, എന്തേ നമ്മളെ കൊണ്ട് കഴിയാവുന്ന നമ്മൾ നിറവേറ്റുക. നമ്മൾക്ക് ചിലപ്പോൾ ഇപ്പോൾ ഒരു ബഹിരാകാശത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിട്ട് കാര്യം നടക്കില്ല. പെട്ടെന്ന് ഒരു നീണ്ട കപ്പൽ യാത്ര നടത്തണം പറഞ്ഞാൽ നമുക്ക് കഴിയില്ല. അതുപോലെ വിമാനയാത്ര നടത്തണം പറഞ്ഞാൽ ഇപ്പോൾ ഈ നിലവിൽ ഇപ്പോൾ കഴിയില്ല, നമ്മളെ കൊണ്ട് അങ്ങനൊന്നും കഴിയില്ല. ഒരു 10 പേർക്ക് വീട് വെച്ച് കൊടുക്കാൻ കഴിയില്ല. പക്ഷെ ഞങ്ങൾക്ക് കഴിയാവുന്ന ഇപ്പോൾ ഒരു സടകുട മീഡിയയിൽ ഞങ്ങൾക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ കഴിവുകൾ ജനങ്ങൾ കാണുന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ അത് പ്രകടിപ്പിക്കാനുള്ള വീഡിയോയാണ് ഞങ്ങളുടെ സടകുട മീഡിയ. ഒരു മനുഷ്യന് ദൈവം ഒരു ഭാഗ്യം കൊടുക്കും അല്ലേ, സൗഭാഗ്യം കൊടുക്കും. ആ സൗഭാഗ്യം മനുഷ്യന് കിട്ടി കഴിഞ്ഞാൽ ആ സൗഭാഗ്യം മറ്റുള്ളവർക്കും കൂടി പങ്കിടുക. എന്നാൽ മാത്രമേ ആ സൗഭാഗ്യം ദൈവം നമുക്ക് തന്നതിനുള്ളത് പൂർണ്ണതയിൽ എത്തുള്ളൂ. അതുപോലെ ആവണം എല്ലാ മനുഷ്യരും. അതെ. പിന്നെ ഇപ്പോൾ ഇതിലെല്ലാം ഉപരിയായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിനൊരു ശേഷിപ്പ് നമ്മളില്ലാത്തൊരു കാലത്തും ഈ സടകുട മീഡിയയും ഈ വെബ് സീരീസും നശിക്കാതെ ഉണ്ടാവില്ലേ, ഭൂമിയിൽ ഉണ്ടാവില്ലേ? നെറ്റിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ഓർമ്മപ്പെടുത്തലല്ലേ, അതല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരും കയ്യൊപ്പായിട്ട് നമുക്ക് കൂട്ടിക്കൂടെ? വലിയ മഹത്തരായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ മഹാന്മാരൊന്നുമല്ല, എന്നാലും ഈ ചെറിയ രീതിയിൽ. അപ്പോൾ അങ്ങനെ പറഞ്ഞു ഒരു ജന്മം എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ്. ഇപ്പോൾ ഞാനില്ലായ്മയായാലും നിങ്ങളുടെ മനസ്സിൽ തേക്കൊട്ടയിൽ വെച്ച അരിവാൾ എന്നുള്ള രൂപത്തിൽ താങ്കളുടെ മനസ്സിൽ ഞാൻ ഉണ്ടാവും, ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടാവും. ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഞാൻ മറ്റൊരു രൂപത്തിലാവും. അപ്പോൾ എത്ര ചെറിയ വ്യക്തിയാണെങ്കിലും സാമ്പത്തിക ശേഷിയില്ലാത്ത ആളാണെങ്കിലും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഇടപഴകലുകൊണ്ട് പല ആളുകളുടെ മനസ്സിലും പല രൂപത്തിൽ പല ഭാവത്തിൽ നമ്മൾ ജീവിക്കും. അത് നന്മ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, അതല്ലെങ്കിൽ ഉണ്ടാവില്ല. അപ്പോൾ ഈ ജീവിതത്തിൽ സാധ്യമാകുന്ന രീതിയിൽ നന്മ ചെയ്യുക,
മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ വാക്കുകൊണ്ടും നോക്കൊണ്ടും പ്രവൃത്തി കൊണ്ടും അതെ, ആർക്കും ഉപദ്രവമില്ലാതെ ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ കഥക്കൂട്ടിലെ രസകരമായ സംഭാഷണങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള ഒരു കമൻറ്റ് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനുള്ള മറുപടി ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. ബാക്കി വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് എത്തുന്നത് രാജേട്ടനിലൂടെയാണ് വീഡിയോ അവസാനിപ്പിക്കുന്നത്. അവതാരകൻ തന്നെ അവസാനിപ്പിക്കുന്നതായിരിക്കും. അതിന് മുന്നേ രതീഷ് പാലക്കൽ 2 വാക്ക് പറയുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വാക്കുകൾ കൂടെ അവസാനിപ്പിക്കുകയാണ്, ഉപസംഹരിക്കുകയാണ്. ഓക്കെ. അപ്പം ഇനി പിന്നെ ഒരു സിനിമയിൽ പകൽപ്പൂരം എന്ന് പറഞ്ഞൊരു സിനിമയിൽ വാമനൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്, ഒരു ശിങ്കിടി കഥാപാത്രമാണ് ജഗതിക്ക്. അപ്പോൾ നാളിങ്ങനെ ഒരു ബാല്യക്കാരൻ പോയപ്പോൾ മേലാസകലം മുളകരച്ച് തേച്ച് വാമനാ നിർത്തുക, ഇന്ന് തിരുമേനി തുടങ്ങുക, എന്നാല് രതീഷ് പാലക്കൽ തുടങ്ങുക. അപ്പോൾ നമ്മുടെ രാജേട്ടൻ ഇത്രയധികം ചലവട മീഡിയ ചാനലിന് വേണ്ടിയിട്ട് സംസാരിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൽ രാജേട്ടൻ ഞങ്ങളും പുതിയ വിഷയങ്ങളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ രാജേട്ട 2 വാക്ക് സംസാരിക്കുക നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട്. ചലവട മീഡിയ ചാനൽ പറഞ്ഞോളൂ. എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, അഭിപ്രായത്തിൻ്റെ കൂടെ നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക. അതിനുള്ള അധികാരവും അവകാശവും പ്രേക്ഷകരായ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടല്ലോ. പരമാവധി പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ അത്ര മാത്രമേ ഈ വൈകിയ വേളയിൽ ചലവട മീഡിയയ്ക്ക് വേണ്ടിയിട്ട് വിനീതനായ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം.